ഹലോ, ഇന്ന് നമ്മൾ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന ബ്ലെൻഡിങ് ടൂളുകളെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എന്തായാലും നിങ്ങളൊരു ബഡ്സ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ടാകും. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറും ഉപയോഗിക്കുന്നുണ്ടാകും. ഈ ഒരു ബഡ്സിനേക്കാളും എനിക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് പേപ്പർ സ്റ്റമ്പ്. ഈ പേപ്പർ സ്റ്റമ്പും ടിഷ്യൂ പേപ്പർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പേപ്പർ സ്റ്റമ്പിലാകുമ്പോൾ നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ വൈറ്റ് കാണില്ല കേട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിൽ. അത് ടിഷ്യൂ പേപ്പറിലാണെങ്കിൽ കാണുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ആണ് മേക്കപ്പ് ബ്രഷ്. നമ്മൾ സാധാ പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിക്കുന്നവർക്കറിയാം മേക്കപ്പ് ബ്രഷിലോട്ട് നമ്മൾ മാറുമ്പോൾ എത്രമാത്രം സ്മൂത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു ടൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന് നമുക്കൊരു സ്പോഞ്ച് ബ്രഷ് എന്നൊക്കെ പറയാം. ഇതിൻ്റെ ഒരു ഭാഗം സ്പോഞ്ചും ഒരു ഭാഗം റഫായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ സ്പോഞ്ച് ഭാഗം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ടുള്ളൊരു ബ്ലെൻഡിങ് കിട്ടുന്നുണ്ട്. റഫായിട്ടുള്ള ഭാഗമാകുമ്പോൾ ആ പേപ്പറിൻ്റെ വൈറ്റ് ഒന്നും കൂടി എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡ്രോയിങ്ങിൽ ഈ ടൂൾസൊക്കെ ഉപയോഗിച്ച് നോക്കുക, വ്യത്യാസം കാണും കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.